ഹലോ സുഹൃത്തുക്കളെ, ഹിന്ദി സീഖോ എന്ന ചാനലിൽ ഹിന്ദി അക്ഷരമാല പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഹിന്ദി സ്വരങ്ങളെ അവയുടെ ശരിയായ ഉച്ചാരണത്തോടും ഓരോ സ്വരത്തിൻ്റെ ഉദാഹരണ വാക്കുകളോടും കൂടി പഠിക്കാം. ആദ്യമായി നമുക്ക് സ്വരങ്ങൾക്ക് ഹിന്ദിയിൽ എന്താണ് പറയുക എന്ന് നോക്കാം. സ്വരങ്ങൾക്ക് ഹിന്ദിയിൽ സ്വർ എന്നാണ് പറയുക. ഇനി നമുക്ക് ഹിന്ദി സ്വരങ്ങളെ അവയുടെ ശരിയായ ഉച്ചാരണത്തോടും ഓരോ സ്വരത്തിൻ്റെ ഉദാഹരണ വാക്കുകളോടും കൂടി പഠിക്കാം. ഹിന്ദി അക്ഷരമാലയിലെ ആദ്യത്തെ സ്വരം അ. ആയിൽ നിന്ന് അനാർ. ഹിന്ദിയിൽ ഇത് അ സെ അനാർ എന്നാണ് പറയുന്നത്. അനാർ എന്നാൽ മാതള നാരങ്ങ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. അ അനാർ. ആയിൽ നിന്ന് അനാർ. അനാർ എന്നാൽ മാതള നാരങ്ങ. രണ്ടാമത്തെ സ്വരം ആ. ആയിൽ നിന്ന് ആം. ഹിന്ദിയിൽ ഇത് ആ സേ ആം എന്നാണ് പറയുന്നത്. ആം എന്നാൽ മാമ്പഴം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. ആ ആം. ആയിൽ നിന്ന് ആം. ആം എന്നാൽ മാമ്പഴം. മൂന്നാമത്തെ സ്വരം ഇ. ഇയിൽ നിന്ന് ഇമലി. ഹിന്ദിയിൽ ഇത് ഇ സേ ഇമലി എന്നാണ് പറയുന്നത്. ഇമലി എന്നാൽ പുളി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. ഇ ഇമലി. ഇയിൽ നിന്ന് ഇമലി. ഇമലി എന്നാൽ പുളി. നാലാമത്തെ സ്വരം ഈ. ഈയിൽ നിന്ന് ഈഖ്. ഇത് ഹിന്ദിയിൽ ഈ സേ ഈഖ് എന്നാണ് പറയുന്നത്. ഈഖ് എന്നാൽ കരിമ്പ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. ഈ ഈഖ്. ഈയിൽ നിന്ന് ഈഖ്. ഈഖ് എന്നാൽ കരിമ്പ്. അഞ്ചാമത്തെ സ്വരം ഉ. ഊയിൽ നിന്ന് ഉല്ലു. ഇത് ഹിന്ദിയിൽ ഉ സേ ഉല്ലു എന്നാണ് പറയുന്നത്. ഉല്ലു എന്നാൽ മൂങ്ങ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. ഉ ഉല്ലു. ഊയിൽ നിന്ന് ഉല്ലു. ഉല്ലു എന്നാൽ മൂങ്ങ. ഹിന്ദി അക്ഷരമാലയിലെ ആറാമത്തെ സ്വരം ഊ. ഊയിൽ നിന്ന് ഊൻ. ഇത് ഹിന്ദിയിൽ ഊ സേ ഊൻ എന്നാണ് പറയുന്നത്. ഊൻ എന്നാൽ കമ്പിളി നൂൽ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. ഊ ഊൻ. ഊയിൽ നിന്ന് ഊൻ. ഊൻ എന്നാൽ കമ്പിളി നൂൽ. ഏഴാമത്തെ സ്വരം ഋ. ഋയിൽ നിന്ന് ഋഷി. ഇത് ഹിന്ദിയിൽ ഋ സേ ഋഷി എന്നാണ് പറയുന്നത്. ഋഷി എന്നാൽ ഋഷി അഥവാ മുനി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. ഋ ഋഷി. ഋയിൽ നിന്ന് ഋഷി. ഋഷി എന്നാൽ ഋഷി അഥവാ മുനി. ഹിന്ദി അക്ഷരമാലയുടെ എട്ടാമത്തെ സ്വരം എ. എയിൽ നിന്ന് എടി. ഇത് ഹിന്ദിയിൽ എ സേ എടി എന്നാണ് പറയുന്നത്. എടി എന്നാൽ കുതികാൽ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. എ എടി. എയിൽ നിന്ന് എടി. എടി എന്നാൽ കുതികാൽ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഹിന്ദിയിൽ എയിൽ നിന്ന് തുടങ്ങുന്ന പദങ്ങൾക്കും എയിൽ നിന്ന് തുടങ്ങുന്ന പദങ്ങൾക്കും എ എന്ന ഒരേ ഒരു സ്വരം മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. ഹിന്ദി അക്ഷരമാലയിലെ ഒൻപതാമത്തെ സ്വരം ഐ. ഐയിൽ നിന്ന് ഐനക്. ഇത് ഹിന്ദിയിൽ ഐ സേ ഐനക് എന്നാണ് പറയുന്നത്. ഐനക് എന്നാൽ കണ്ണട. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. ഐ ഐനക്. ഐയിൽ നിന്ന് ഐനക്. ഐനക് എന്നാൽ കണ്ണട. ഹിന്ദി അക്ഷരമാലയിലെ പത്താമത്തെ സ്വരം ഓ. ഓയിൽ നിന്ന് ഓഖലി. ഇത് ഹിന്ദിയിൽ ഓ സേ ഓഖലി എന്നാണ് പറയുന്നത്. ഓഖലി എന്നാൽ ഉരൽ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. ഓ ഓഖലി. ഓയിൽ നിന്ന് ഓഖലി. ഓഖലി എന്നാൽ ഉരൽ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഹിന്ദിയിൽ ഓയിൽ നിന്ന് തുടങ്ങുന്ന പദങ്ങൾക്കും ഓയിൽ നിന്ന് തുടങ്ങുന്ന പദങ്ങൾക്കും ഓ എന്ന ഒരേ ഒരു സ്വരം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദി അക്ഷരമാലയിലെ 11ാമത്തെ സ്വരം ഔ. ഔവിൽ നിന്ന് ഔരത്ത്. ഇത് ഹിന്ദിയിൽ ഔ സേ ഔരത്ത് എന്നാണ് പറയുന്നത്. ഔരത്ത് എന്നാൽ സ്ത്രീ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. ഔ ഔരത്ത്. ഔവിൽ നിന്ന് ഔരത്ത്. ഔരത്ത് എന്നാൽ സ്ത്രീ. ഹിന്ദി അക്ഷരമാലയിലെ 12ാമത്തെ സ്വരം അം. അമ്മിൽ നിന്ന് അങ്കൂർ. ഇത് ഹിന്ദിയിൽ അം സേ അങ്കൂർ എന്നാണ് പറയുന്നത്.
അങ്കൂർ എന്നാൽ മുന്തിരി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. അം അങ്കൂർ, അമ്മിൽ നിന്ന് അങ്കൂർ. അങ്കൂർ എന്നാൽ മുന്തിരി. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അം എന്ന സ്വരം തനിച്ച് വരുമ്പോൾ അം എന്നാണ് ഉച്ചരിക്കേണ്ടത്. പക്ഷേ അത് പദങ്ങളിൽ വരുമ്പോൾ അങ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഹിന്ദി അക്ഷരമാലയിലെ 13ാമത്തെയും അവസാനത്തെയും സ്വരചിഹ്നം അഹ. ഇത് വിസർഗം എന്നറിയപ്പെടുന്നു. ഇതിന് അതിൻ്റെതായ ഒരു ഉദാഹരണ പദമില്ല. ഈ സ്വരചിഹ്നം ഒരു പദത്തിന്റെ നടുവിലോ അല്ലെങ്കിൽ അവസാനത്തിലോ ഉപയോഗിക്കപ്പെടുന്നു. ഇത് മിക്കവാറും സംസ്കൃത പദങ്ങളിലും ചില ഹിന്ദി പദങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വീണ്ടും പറയൂ. ആഹ. ഇത് വിസർഗം എന്നറിയപ്പെടുന്നു. ഇത് അഹ എന്ന് വ്യക്തമായി ഉച്ചരിക്കണം. ഇതുവരെ നമ്മൾ ഹിന്ദി സ്വരങ്ങളെ അവയുടെ ശരിയായ ഉച്ചാരണത്തോടും ഓരോ സ്വരത്തിന്റെ ഉദാഹരണ പദത്തോടും കൂടി പഠിച്ചു. ഇത് നിങ്ങൾക്കെല്ലാം എളുപ്പമായിരുന്നെന്ന് വിശ്വസിക്കുന്നു. പരിഭ്രമിക്കാതെ നിരന്തരം അഭ്യസിക്കൂ. അധികം വൈകാതെ നിങ്ങൾക്കും ഇത് ശരിയായി ആത്മവിശ്വാസത്തോടെ ഉച്ചരിക്കാൻ സാധിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഹിന്ദി സ്വരങ്ങളെ അവയുടെ ശരിയായ ഉച്ചാരണത്തോടും ഓരോ സ്വരത്തിന്റെ ഉദാഹരണ വാക്കുകളോടും കൂടി പഠിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. അതുമാത്രമല്ല, പ്രയോജനപ്രദമായ വീഡിയോകൾ ഒരുക്കാൻ പ്രചോദനമാകുന്ന നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഹിന്ദി അക്ഷരമാല പരമ്പരയുടെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കൂ. അതുവരെ നിങ്ങൾക്ക് സന്തോഷവും സുരക്ഷയും നേരുന്നു. ഹിന്ദി സീഖോ എന്ന ചാനലിലെ ഹിന്ദി അക്ഷരമാല പരമ്പരയിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സീതാ സുന്ദർ.